ദൃശ്യങ്ങളിൽ കാണാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പതാക ഉയർത്തുന്നു. മന്ത്രിമാർ വിവിധ കേന്ദ്രങ്ങളിൽ, മുഖ്യമന്ത്രിയും എത്തിച്ചേർന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതോടൊപ്പം ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അതിനു മുൻപ് തന്നെ കർഷകരുടെ നീണ്ട പരേഡ് 2 ലക്ഷം ട്രാക്ടറുകൾ അണിനിരത്തിക്കൊണ്ടുള്ള അവരുടെ പരേഡും ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇപ്പോൾ ചന്ദ്രശേഖരനാർ സ്റ്റേഡിയത്തിൽ ഈ പതാക ഉയർത്തുന്നു. അതോടൊപ്പം വിവിധ മന്ത്രിമാർ വിവിധ ജില്ലകളിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇ പി ജയരാജൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഇ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ വിവിധ ജില്ലകളിൽ, ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇപ്പോൾ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു, പതാക ഉയർത്തുന്നു, സല്യൂട്ട് സ്വീകരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രിയും ഗവർണറും എത്തിച്ചേർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി നേരത്തെ എത്തി, ഇപ്പോൾ ഗവർണർ കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. ബി ദിലീപ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. ദിലീപ്, എന്താണ് കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് ദേശീയ പതാക ഉയർത്തുകയാണ്. പരേഡ് കമാൻഡർ വിശിഷ്ടാതിഥിയുടെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ, കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് സല്യൂട്ട് സ്വീകരിക്കുന്നു. കണ്ണൂരിലും വയനാട്ടിലും ആലപ്പുഴയിലും നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ സല്യൂട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടിരിക്കുന്നു. ദിലീപിലേക്ക് വീണ്ടും. ദിലീപ്, എന്താണ് വിവരങ്ങൾ? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. വിവിധ പ്ലാറ്റൂണുകൾ ഇവിടെ അണിനിരന്നിട്ടുണ്ട്, പരേഡിൽ അണിനിരന്നിട്ടുണ്ട്. കരസേനയുടെയും വ്യോമസേനയുടെയും റിസർവ് പോലീസിന്റെയും സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും ഓരോ പ്ലാറ്റൂണുകൾ വീതമാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഇത് കൂടാതെ NCC സീനിയർ ഡിവിഷൻ ആൺകുട്ടികൾ, NCC സീനിയർ വിങ് പെൺകുട്ടികൾ എന്നിവരുടെയും ഓരോ പ്ലാറ്റൂണുകൾ അണിനിരന്നിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയന്റെയും ബാൻഡുകളുണ്ട്. ഇതിനുശേഷം വ്യോമസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്യും. ഗവർണർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗവർണർ ഇപ്പോൾ സല്യൂട്ട് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, MLA മാർ തുടങ്ങിയവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട 100 പേർക്ക് മാത്രമാണ് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം നൽകിയിട്ടുള്ളത്. ഹർഷൻ, വിവിധ കേന്ദ്രങ്ങളിൽ സല്യൂട്ട് സ്വീകരിക്കുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ജി സുധാകരൻ ആലപ്പുഴയിൽ ഇപ്പോൾ പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അടക്കമുള്ളവരാണ് തിരുവനന്തപുരത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. എല്ലാ ജനങ്ങൾക്കും ഹാർദമായ ആശംസകൾ. അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ നിന്നുള്ള റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ, ഒപ്പം തന്നെ കർഷകരുടെ ഇതിഹാസ സമരത്തിൻ്റെ ദൃശ്യങ്ങൾ, ഇത് രണ്ടും തീർച്ചയായും നമുക്ക് കാണാൻ കഴിയുന്നു. ഡൽഹിയിലും
റിപ്പബ്ലിക് ദിനാഘോഷം അല്പസമയത്തിനകം ആരംഭിക്കും. അതോടൊപ്പം 2 ലക്ഷം കർഷകർ, 2 ലക്ഷം ട്രാക്ടറുകൾ, കർഷകർ അതിനേക്കാളേറെയുണ്ട്, 2 ലക്ഷം ട്രാക്ടറുകൾ 100 കിലോമീറ്റർ ദൂരത്തിൽ അണിനിരത്തിക്കൊണ്ടുള്ള കർഷകരുടെ വലിയ പ്രക്ഷോഭത്തിനു കൂടി ഈ ദിവസം ഡൽഹി സാക്ഷിയാവുന്നു. തീർച്ചയായും ലോകം മുഴുവൻ കാണുന്ന വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ദിവസം കൂടിയാണ് ഇന്ന് എന്ന പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം മടങ്ങിയെത്തുന്നു. അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യാതിഥിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയിരക്കണക്കിന് വർഷത്തെ ഇന്ത്യയുടെ സംസ്കാരം ലോകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും അന്നുണ്ടായിരുന്ന രാജ്യങ്ങളും അന്ധകാരത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ ഭാരതമെന്നും ലോകത്തിന് വെളിച്ചം കാണിച്ചുവെന്ന് ചരിത്രം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. നളന്ദയും തക്ഷശിലയും പോലുള്ള മഹാ യൂണിവേഴ്സിറ്റികളും മോഹൻജദലയും ഹരപ്പയും പോലെയുള്ള സാംസ്കാരിക സാമൂഹിക ജീവിത കേന്ദ്രങ്ങളും ഐതിഹാസികമായ ഇതിഹാസങ്ങളും കാളിദാസ കവിതകളുമെല്ലാം അടങ്ങുന്ന ഭാരതത്തിൻ്റെ ചരിത്രം ലോകം വിസ്മയത്തോടെയാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞ് ജർമ്മൻ ഇറ്റാലിയൻ ആക്രമണകാരികൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുന്നു. അതിലേക്ക് ഒന്നാം ലോക യുദ്ധാനന്തരമുള്ള കാലഘട്ടത്തിൽ നൈരാശ്യത്തിലും നിഷ്ക്രിയത്വത്തിലും പരസ്പരം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഗവർണറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി श्री पिनराई विजयन, मट्टू विशिष्ट व्यक्तिകളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. It is with a sense of great joy and accomplishment that we, the people of India, celebrate our 72nd Republic Day today. Our journey from the 71st to the 72nd Republic Day, barring a few weeks, has been grueling and challenging. However, Indian spirit promises all citizens justice, equality, liberty, fraternity, and dignity. India's journey so far has been marked by concerted endeavors enabling every citizen to accomplish and enjoy the promises of our Constitution and to realize the goals listed in the directive principles. Our trust in the lofty ideals and invincibility of democracy is unwavering. It reflects our profound respect for the known and unknown heroes whose blood, sweat and toil won for us the spring of freedom, the dignity and pride in being Indian that we enjoy today. As we celebrate our Republic Day, a pageantry of our achievements fills our minds. Alongside our gains, we concede the havoc
wreaked by the COVID-19 pandemic, which redefined our lives and lifestyles. India's apt response to the pandemic was marked by a timely action to restore the economic growth with self-confidence and national resolve. Together we endured lockdowns and restrictions, confidently seeking opportunity in adversity. As a result, we are firmly back on the track, wiser, innovative, and confidently traversing the path of self-reliance. Today, our fight against COVID is almost at the cusp of victory, with the nationwide vaccination drive in full swing. The Atmanirbhar Bharat announced by our Honorable Prime Minister Shri Narendra Modi ji during the days of the pandemic rekindled the spark of creativity and innovation, taking the Gandhian concept of Gram Swaraj to the next level. In addition to the many indigenous vaccines in the offing, the two vaccines against COVID, few leaves grown by your own toil, cooking them and eating them is much better than depending on others. The spirit of self-reliance as well as Make in India was evident not only in the development of the vaccine but also in the development of Swasth Vayu ventilators and mass production of personal protective equipment kits. Inspired by the Indian tradition of Vasudhaiva Eva Kutumbakam, we have supplied medicines and equipment required to treat COVID infection globally, including the developed nations. Today, we as the pharmacy of the world are supplying COVID vaccine to our neighborhood and other nations. On this occasion, I would like to express my heartfelt gratitude to the doctors and scientists who developed the vaccine and the healthcare professionals and corona warriors who are working tirelessly at great personal risk. As a nation, we take immense pride in our armed forces, which are among the strongest in the world, with capabilities matching their large mandate. Their eternal vigil and restraint instills in us a greater sense of security. The recent developments at the borders were a test more of their restraint than of their strength. The acquisition of the latest generation aircrafts by Indian Air Force and successful testing of the quick reaction surface-to-air missiles and supersonic missile-assisted release of torpedo by Indian Army have made us proud. Equally proud we are to see Indian Navy's second aircraft carrier INS Vikrant ready for sea trial and the nuclear-powered ballistic missile submarine INS Arighat ready for service. Despite the hurdles caused by COVID-19, Indian Space Research Organization
which leads India's space program, could accomplish 3 missions in 2020 and venture into remote launch operations from Vikram Sarabhai Space Center in the true spirit of the new normal. Fully conscious of the role of education in nation building, the implementation of National EduFest, enlightenment through education, and the founding of the Kerala University of Digital Sciences, Innovation and Technology as a timely response to the need for digital transformation are major achievements of the Kerala government. Our response to the inevitability of online classes for students was positive and most encouraging. In the few places which lacked connectivity and infrastructure, the government and the people stepped in with facilities like television and internet so that children did not miss the first bell online classes. Kerala's experience with COVID-19 ഗവർണർ ആരിഫ് has മുഹമ്മദ് been ഖാൻ റിപ്പബ്ലിക് ദിന challenging. റാലിയെ Our അഭിസംബോധന swift ചെയ്തുകൊണ്ട് അദ്ദേഹം response സന്ദേശം began നൽകിക്കൊണ്ടിരിക്കുന്നു. with the real beauty of democracy manifest in the extraordinary deeds of the ordinary people. This is why Mahatma Gandhi wanted our democracy to be one where the weakest should have the same opportunities as the strongest. The progressive strides being made by our state government are effectively empowering every section of society in order to strengthen the India of tomorrow. A healthy and prosperous nation is like paradise on earth. Riddham hi rajyam padmendra mahu. To ensure health, let us utilize the opportunity for vaccination against coronavirus and more importantly, continue COVID appropriate behavior with utmost care until the threat is wiped out. प्रियपेटा सहोदरी सहोदरन्मारे विकसिता सुशक्ता स्वाश्रिया भारतम सुंदरा स्वयं पर्याप्त नव केरलम इवियान नम्मुडे स्वप्नवुम लक्ष्यवुम ई लक्ष्यम नेडान नमुक ओरुम योडे मुन्नेराम. Our dreams about a happier, more developed and stronger India can become reality only if we work in tandem to achieve our national goals of inclusive growth, transparency, and above all, people's participation in governance. Let us march ahead hand in hand, taking our nation to even greater heights, safeguarding the harmony that blooms amidst this diversity as our greatest inheritance.